ഷാലോ, പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹമായി തീരണം, സഫലമായി തീരണം. എന്നാല് നമ്മൾ അതിനു വേണ്ടി വലിയ വലിയ സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ചിന്തിക്കും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമ്മൾ അതിനെ ചെയ്യണം, എപ്രകാരം പോയിരിക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും പരാജയപ്പെടാൻ പാടില്ല, ശരിയല്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ ആദ്യം അന്വേഷിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധാനത്തിൽ വെക്കുക, അല്ലേ? അതാണ് വേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുമ്പേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ യഹോഭക്തിയുള്ള വ്യക്തിയാണോ? നിങ്ങൾ യഹോവയെ അന്വേഷിക്കാറുണ്ടോ? നിങ്ങൾ യഹോവയോട് ചേർന്നിരിക്കാറുണ്ടോ? സ്തോത്ര 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 സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സഫലമായി തീരും. ഹല്ലേലൂയ, സ്തോത്ര 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 സ്തോത്ര. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും, നമ്മുടെ ജീവിതം കൃതാർത്ഥമായി തീരും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സഫലമായി തീരും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധാനത്തിൽ നമ്മുടെ വിഷയങ്ങളെ വെക്കുക. കർത്താവിനോട് പറയുക, ദൈവമേ, ഇന്ന് എൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രവൃത്തിയെ സഫലമാക്കി തീർക്കണമേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കണമേ. മോശ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോടെ അപ്രകാരം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തോട് അവന്റെ അഗുവായി ചോദിക്കേണ്ട ആവശ്യമുണ്ട്, അവന്റെ നടത്തിപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തോട് അവന്റെ നടത്തിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അവന്റെ ഹിതം നമ്മൾ ചോദിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കും. എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? ദൈവവചനത്തിൽ കൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവവചനം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 1:1 വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ആദിയിൽ തന്നെ വചനം ഉണ്ടായിരുന്നു. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. വചനം ദൃഢമായി തീർന്നതാണല്ലോ യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കും. യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനത്തെ നമ്മൾ എഴുതിയിടണം. ഹൃദയത്തിൽ വചനത്തെ എഴുതിയിടുന്ന എങ്ങനാ? നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെ ഡെയിലിയോ ഓരോ വചനം കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവവചനം കാണാതെ പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? നമ്മളുടെ ബുദ്ധി വർദ്ധിക്കും, ജ്ഞാനം വർദ്ധിക്കും, ഓർമ്മശക്തി വർദ്ധിക്കും. ഇതൊക്കെയും വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തക്ക സമയത്ത് ഈ വചനം പൊന്തി വരും. ദൈവം നമ്മളോട് ആ വചനത്തിൽ കൂടെ സംസാരിക്കും. അതുകൊണ്ട് ഡെയിലി നമ്മൾ വചനം കാണാതെ പഠിക്കുക, നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നമ്മുടെ വിഷയങ്ങളെ സഫലമാകുന്നതിനെ പറ്റി ഒരു മനോഹരമായ ഒരു വചനം നമുക്ക് നോക്കാം. 1-ാം സങ്കീർത്തനത്തിന്റെ ചില വചനങ്ങൾ നോക്കാം. 1-ാം സങ്കീർത്തനത്തിന്റെ 2ഉം 3ഉം വചനങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. നമ്മളിവിടെ വായിച്ച ഒരു ഉദാഹരണപരമായിട്ടുള്ള ഒരു വചനമാണ് ഇത്. സത്യവചനമാണ്. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി സഫലമായി തീരുന്നത്? നമ്മൾ രാപ്പകൽ ദൈവവചനം ധ്യാനിക്കുക.
ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വ്യക്തിയായിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അപ്പൊ നമ്മള് ഡെയിലി എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കുക. ദൈവവചനത്തിൽ ജീവനുണ്ട്. ഈ ജീവനാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ വചനമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 55 10 11 വചനം വായിച്ചു നോക്കുക. സ്വർഗത്തിലെ ദൈവം അവന്റെ വചനം ഭൂമിയിലേക്ക് അയക്കുന്നു, തന്റെ ജനത്തിനു വേണ്ടി അയക്കുന്നു. ആ വചനം വ്യർത്ഥമായി മടങ്ങിപ്പോകുന്നില്ല, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും. ദൈവവചനം അവിനാശി വിത്താണ്. ദൈവവചനം നശിച്ചു പോകുന്നില്ല ഒരിക്കലും, അത് അവിനാശിയാണ്. ഒരു വിത്താണ് ദൈവവചനം. ആ വിത്ത് ഭൂമിയിലിട്ട് അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അത് ആ വിത്ത് മണ്ണിനടിയിൽ വീണ് കിളിച്ചു വരുന്ന പോലെ, അതിനാവശ്യമുള്ള വായു, വെള്ളം ഇതൊക്കെയും കിട്ടുമ്പോൾ വളർന്നു വരുന്ന പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ പാഴ്ചെടികളൊക്കെ വെറുതെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു. അതിൻ്റെ ഒരു അതിനകത്ത് ആ മണ്ണിനടയിൽ എവിടെയെങ്കിലും ഉണ്ടാകും, അതാണ് കിളിച്ചു വരുന്നത്. അതുപോലെയാണ് ദൈവവചനമാകുന്ന ഒരു വിത്ത്. ഈ ഭൂമിയിലെ വിത്ത് പോലെയല്ല, അത് നശിച്ചു പോകത്തില്ല. ഈ ദൈവവചനം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ ദൈവവചനം വായിക്കുക, അതിനെ ധ്യാനിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രാവർത്തികമാക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. Glory to God, glory to God, glory to God, glory to God. Hallelujah. രക്തം ജയം. Hallelujah. Glory, 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 glory. അതുകൊണ്ട് നമ്മൾ എന്താ ഡെയിലി ദൈവവചനം വായിക്കണം കേട്ടോ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഹിസ്കിയ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിസ്കിയ രാജാവ് യഹൂദയിലെ രാജാവായിരുന്നു. ഹിസ്കിയാവിന്റെ പിതാവായ ആഹാസ് ദൈവവഴിയിൽ നടന്നില്ല, ദൈവത്തിന് പ്രസാദമുള്ള പോലെ ജീവിച്ചില്ല. ആ സമയത്ത് ഇസ്രായേൽ മക്കളെല്ലാം വളരെ പാപം ചെയ്ത് ദൈവത്തിനെ കോപിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്തു. ദൈവത്തെ യഥാർത്ഥമായിട്ട് അവര് ആരാധിച്ചില്ല, സ്നേഹിച്ചില്ല, ദൈവവഴിയിൽ നടന്നില്ല, മോശയുടെ ന്യായപ്രമാണം ഒന്നും പ്രവർത്തിച്ചില്ല. എന്നാൽ ആഹാസിന്റെ മകനായ ഹിസ്കിയ രാജാവ് ഭരണത്തിൽ വന്നപ്പോൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് ഒരു മിനിറ്റ് നോക്കാം. പ്രിയമുള്ളവരെ, ആഹാസ് രാജാവ്, ഹിസ്കിയാവിന്റെ പിതാവ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവന്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്തതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതൊക്കെ ദൈവത്തിന് കോപം വരുത്തുന്ന വിഷയങ്ങളാണ്. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കാഞ്ഞതുകൊണ്ട് ശത്രു അവന്റെ മേൽ അധികാരം ചെയ്യുവാൻ തുടങ്ങി. ആ കാലത്ത് ആറാം രാജാവായ രസീന്, ഇസ്രായേൽ രാജാവായ പേക്കഹ് യെരുശലേമിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു. എന്നാൽ ആഹാസിനെ അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാമോ? ദൈവത്തിന് ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കാഞ്ഞതുകൊണ്ട് ശത്രു അവന്റെ മേൽ അധികാരം ചെയ്തു. ആഹാസ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വേറൊരു രാജാവിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഏത് രാജാവാണ്? അശൂർ രാജാവിന്റെ സഹായം തേടി. അവൻ അശൂർ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ ദാസനും നിന്റെ മകനുമാകുന്നു. ശത്രു രാജാവായ അശൂർ രാജാവിനോട് പറയാണ്, ഞാൻ നിന്റെ ദാസനും നിന്റെ മകനുമാകുന്നു. എന്നിട്ട് ഈ ആഹാസ് രാജാവ് എന്ത് ചെയ്തു? എല്ലാ വർഷവും ഈ അശൂർ രാജാവിന് കപ്പം കൊടുത്തു. ഈ അശൂർ രാജാവ് വന്ന് ഈ ആരാം രാജാവിനെയും ഇസ്രായേൽ രാജാവിനെയും തോൽപ്പിച്ചു. ആരാം രാജാവിനെ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ ആഹാസ് രാജാവ് ഈ അശൂർ രാജാവിന്റെ അധീനതയിൽ എന്നും നിൽക്കേണ്ട അവസ്ഥ വന്നു. യഹോവയിൽ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവന് ഭവിക്കത്തില്ലായിരുന്നു.
എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് അവന്റെ മകനായ ഹിസ്കിയാ രാജാവ് ഭരിച്ച സമയത്ത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു. യഹോവയിൽ മാത്രം ആശ്രയിച്ചു. അശൂർ രാജാവിനെ സേവിക്കാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതിനൊരു പ്രധാന കാരണമുണ്ട് പ്രിയരെ. ഈ ഹിസ്കിയാവിന്റെ മാതാവിന്റെ പേര് അബി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആഹാസിന്റെ ഭാര്യ. ഈ ഹിസ്കിയാവിന്റെ മാതാവ് ഹിസ്കിയാവിനെ ശരിയായിട്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടത്തേണ്ടതിന് വളരെ ഒരു നല്ല റോള് ചെയ്തു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ മാതാക്കൾക്കും പിതാവിനെക്കാട്ടിലപ്പുറമായിട്ട് മക്കളെ ദൈവവഴിയിൽ നടത്തുവാൻ കഴിയുമെന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ശത്രു നമ്മുടെ മേൽ അധികാരം ചെലുത്തും. അവനെ ജയിക്കാൻ നമുക്ക് കഴിയില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവൻ യഹോവയെ വിട്ടു പിന്മാറിയില്ല. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. യഹോവ മോശയോട് കൽപ്പിച്ച സകല കൽപ്പനകളും ഹിസ്കിയാ രാജാവ് പ്രമാണിച്ച് നടന്നു. സ്തോത്രം. അവൻ ചെയ്ത പ്രവൃത്തികൾ എന്തെല്ലാമാണ്? അവൻ ഭരണത്തിൽ വന്നപ്പോൾ അവന്റെ പിതാവ് ഭരണ സമയത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ പൂജാഗിരികളെ നീക്കിക്കളഞ്ഞു. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയിരുന്ന താമ്ര സർപ്പത്തെയും അവൻ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ഒരു സമയത്ത് ഇസ്രായേൽ മക്കളെ സർപ്പം കടിച്ചപ്പോളെ അവരെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മോശ ഒരു താമ്ര സർപ്പത്തെ സ്ഥാപിച്ചു കൊടുത്തു. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവര് ഒരു വിഗ്രഹം പോലെ അതിനെ പൂജിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥമായ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നപ്പോൾ ആ വിഗ്രഹത്തെയും ആ താമ്ര സർപ്പത്തെയും ഹിസ്കിയാ രാജാവ് തകർത്ത് കളഞ്ഞു. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. വേറൊരിടത്ത് നമ്മൾ വായിക്കുന്നു, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിന് യാഗം അർപ്പിക്കാൻ വന്നപ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പുതുക്കിപ്പണിതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മൾ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ എവിടെയാണ്, അത് നമ്മൾ പണിയണം. എന്തെല്ലാം വിഷയങ്ങൾ ചെയ്തു തീർക്കണം. ദൈവത്തിന് ഹിതമല്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലേ അതിനെയെല്ലാം തകർത്ത് കളയുക. സ്തോത്രം. കർത്താവിന് ഹിതമല്ലാത്ത എല്ലാ സ്വഭാവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ നമ്മുടെ ജീവിതം കൃതാർത്ഥമായി തീരുള്ളൂ. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സഫലത കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അനുഗ്രഹമാകണം, നമുക്ക് അതിന്റെ സഫലത കിട്ടണം. എന്നാലേ അത് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാറുണ്ടോ? നമ്മൾ ജീവിതത്തിൽ നീക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നീക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സഫലത കിട്ടത്തില്ല. നമുക്ക് അതിന് പകരമായിട്ട് എന്താ സംഭവിക്കുന്നത്? വളരെ നഷ്ടങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. ഹിസ്കിയാ രാജാവ് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു, അവനോട് പറ്റിയിരുന്നു. അതുകൊണ്ട് അവൻ അവന്റെ രാജ്യഭരണത്തിന്റെ സമയത്ത് കൃതാർത്ഥനായിരുന്നു. ഹല്ലേലൂയ. അവൻ ചെയ്തതൊക്കെയും ദൈവം അവനോട് കൂടെ ഇരുന്ന് അവന്റെ പ്രവർത്തികളെല്ലാം സഫലമാക്കി കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ദൈവം സഫലമാക്കി തീർക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. നമ്മൾ എത്ര സ്ട്രാറ്റജികൾ, നമ്മൾ ബിസിനസ് ആയിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആകാൻ വേണ്ടി ചിന്തിച്ചാലും ആലോചിച്ചാലും ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ ജീവിതം പൂർണ്ണമാകുകയില്ല. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ആദ്യം നമുക്ക് യഹോവയെ അന്വേഷിക്കാം.
യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനം കൊടുക്കാം. രാപ്പകൽ അവന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും കൃതാർത്ഥമായി തീരും. ആമേൻ. സ്തോത്രം. യഹോവയോട് പറ്റിച്ചേരുക, അതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്ര 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 സ്തോത്രം. ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയനടുത്ത് വരുന്നു. ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ നിന്റെ സന്നിധാനത്തിലേക്ക് അടുത്തു വരികയാണ്. അടിയൻ ഇവിടെ പറഞ്ഞ വചനം നിന്റെ സന്നിധാനത്തിൽ ഏൽപ്പിക്കുന്നു. കേട്ടവരുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. പരിശുദ്ധാത്മാവരോട് ഇടപെടണം, സംസാരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണം. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രവർത്തനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂട്യൂബും മനസ്സിലാക്കും ഈ വീഡിയോയ്ക്കകത്ത് ആൾക്കാരെ പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ കമന്റ് ചെയ്യുന്നത്. കമന്റ് ചെയ്യാതെ നിങ്ങൾക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വിചാരിക്കും ഇതിനകത്ത് ഒരു കഴമ്പും ഇല്ല എന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വാട്സപ്പിലൊക്കെ ഈ വീഡിയോ ഞാൻ അയക്കുന്ന വാട്സപ്പിൽ കാണാതെ ആ യൂട്യൂബ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സൈൻ ഉണ്ടല്ലോ, അതേ നിങ്ങൾ തൊടുക. അപ്പോൾ യൂട്യൂബിൽ വന്ന് ഈ വീഡിയോ കാണാൻ പറ്റും. യൂട്യൂബിൽ വന്ന് വീഡിയോ കാണുന്നത് കൊണ്ട് പ്രയോജനം, ഈ ആൾക്കാർ കാണുന്നതിൻ്റെ വ്യൂവേഴ്സ് കൂടുന്നതും അനുസരിച്ച്, സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച്, അതുപോലെ ഇതിൻ്റെ വാച്ച് ടൈം കൂടുന്നതനുസരിച്ച് ഇത് മുന്നോട്ട് ചെന്നിട്ട് ചെറിയൊരു വരുമാനം ഇതിനകത്തു നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവം ഫലം തരുമല്ലോ. സ്തോത്രം സ്തോത്രം. ആത്മീയ ഫലം മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭൗതികമായിട്ടുള്ള നന്മയും ദൈവം തരും. അപ്പോൾ ഇതിൽ കൂടെ ദൈവം എന്തെങ്കിലും ഒരു വരുമാനം തന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിനും അത് പ്രയോജനമാകും. ഞാൻ ഇതിനു മുമ്പ് ഒരു യൂട്യൂബിലെ സബ്സ്ക്രൈബ് വർദ്ധിക്കുന്നതിനെ കുറിച്ചും വാച്ച് ടൈമിനെ കുറിച്ചും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണുക. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.